നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീ സായർ തോട്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സുസ്വാഗതം. പാതിരാപ്പൂ ചൂടി വാലിട്ട് കണ്ണെഴുതി എന്നൊരു പാട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ പാട്ടിൽ പറയുന്ന പാതിരാപ്പൂ എന്ന് നിങ്ങൾക്കറിയാമോ? എന്തിനാണ് ഈ പാതിരാപ്പൂ ചൂടുന്നത്? ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്ന നല്ല ഭംഗിയുള്ള ചുവപ്പ് നിറത്തിലുള്ള പൂക്കളെയാണ് നമ്മൾ പാതിരാപ്പൂ എന്ന് വിളിക്കുന്നത്. ഇത് പൂക്കുന്നത് മിക്കവാറും ഡിസംബർ ജാനുവരി മാസങ്ങളിലാണ്, അതായത് വൃശ്ചികം ധനു സമയത്ത്. ആ സമയത്താണ് തിരുവാതിര, ധനുമാസത്തിലെ തിരുവാതിര വളരെ പേരുകേട്ടതാണ് അല്ലേ? കേരളത്തിലെ സ്ത്രീകളൊക്കെ മംഗല്യത്തിനായി ശ്രീ മഹാദേവനെ പ്രാർത്ഥിച്ച് പൂജിക്കുന്ന ദിവസമാണ് തിരുവാതിര. സ്ത്രീകൾ ഈ ദിവസം മുഴുവനായിട്ട് വ്രതമെടുക്കുന്നു. രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്ന് പലതരത്തിലുള്ള കൈകൊട്ടിക്കളികളിലും മഹാദേവസ്തുതികളിലുമൊക്കെ ഏർപ്പെടുന്നു. 108 വെറ്റില ചവയ്ക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് പാതിരാപ്പൂ ചൂടുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അങ്ങനെ ചൂടാൻ ഉപയോഗിക്കുന്ന ഒരു പൂവാണ് ഈ പൂവ്. ഇതാണ് പാതിരാപ്പൂ അഥവാ കൊടുവേലിപ്പൂ. കൊടുവേലി 3 തരത്തിലുണ്ട്: വെള്ളക്കൊടുവേലി, ചുവന്ന കൊടുവേലി, നീലക്കൊടുവേലി. അതിൽ ചുവന്ന കൊടുവേലിയാണ് പാതിരാപ്പൂവായിട്ട് പറയുന്നത്. ഇതിൻ്റെ കിഴങ്ങാണ് ആയുർവേദത്തിൽ ഔഷധമായി ഉപയോഗിക്കുന്നത്. ഇതൊരു ഔഷധമായിട്ട് തന്നെ ആയുർവേദത്തിൽ പറയുന്നു. വെള്ളയാണ് കൂടുതൽ ഔഷധ വീര്യമുള്ളതെങ്കിലും ചുവപ്പും ഉപയോഗിക്കാറുണ്ട്. അഗ്നി എന്നാണ് ഇതറിയപ്പെടുന്നത്. അഗ്നിയുടെ എല്ലാ സ്വഭാവങ്ങളും ഇതിനുള്ളത് കൊണ്ടാണിത്. ജഠരാഗ്നിയെ വർദ്ധിപ്പിക്കാൻ ഇത് വളരെ നല്ലതാണ്. പ്ലംബാഗോ റോസിയ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ചിത്രകം എന്നാണ് സംസ്കൃതത്തിൽ ഇതിനെ വിളിക്കുന്നത്. പേരിൽ അല്പം വിഷാംശം അടങ്ങുന്നതിനാൽ ഇതിന് നല്ലതുപോലെ ചുണ്ണാമ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് ശുദ്ധി ചെയ്തിട്ടാണ് അകത്തേക്ക് കൊടുക്കുന്നത്. മൂലക്കുരു, ത്വഗ് രോഗങ്ങൾ, ഉദരവേദന മുതലായിട്ടുള്ള രോഗങ്ങളിലൊക്കെ കൺകണ്ട ഔഷധമാണ് ഇതിൻ്റെ വേര്. വേരിന് വിഷസ്വഭാവം ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ശുദ്ധി വളരെ പ്രധാനമാണ്. ശുദ്ധി ചെയ്ത് എടുക്കുന്ന വേര് പൊടിച്ച് നമുക്കത് എണ്ണ ചേർത്തോ നെയ്യ് ചേർത്തോ ഒക്കെ ഉപയോഗിക്കാം. എണ്ണ ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വാതരോഗത്തിന് വളരെ നല്ലതാണ്. ഗോമൂത്രത്തോടൊപ്പം ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളപ്പാണ്ടിനും ചർമ്മരോഗങ്ങൾക്കുമൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ മോരിൽ ചേർത്ത് സേവിക്കുകയാണെങ്കിൽ ഗുദരോഗങ്ങൾക്ക്, പൈൽസ്, ഫിസ്റ്റുല പോലെയുള്ള ഗുദരോഗങ്ങൾക്കും വളരെ നല്ലതായിട്ട് പറയുന്നു. ഇതിന് രസായന ഗുണമുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തെ പോഷിപ്പിക്കാനുള്ള കഴിവുണ്ട്. ശരീരത്തിന് ബലം നൽകാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദ്രവ്യം കൂടിയാണ് ഈ കൊടുവേലി എന്ന് പറയുന്നത്. ചിത്രകാസവം, അതേപോലെ തന്നെ വൈശ്വാനര ചൂർണം, പഞ്ചകോല ചൂർണം എന്നിവയിലൊക്കെ ഇതൊരു ഇൻഗ്രീഡിയൻ്റാണ്. ഇത്രയും അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.